Start camera. Rolling, sir. Action! മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്ന് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയെ അധിക്ഷേപിച്ച് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ്. It was just a generic tweet about a fitness of a sports person. ക്ഷമയില്ല, ഒട്ടും ക്ഷമയില്ല. അത് അക്ഷമയാണ്. Just spoke in a generic manner, and I fail to understand in democracy we don't have the right to speak in such a. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. രോഹിത് ശർമ്മ കായിക താരത്തിന് ചേരാത്ത തരത്തിൽ തടിയനാണ്. ഇന്ത്യ കണ്ട മോശം ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ എന്ന് നിങ്ങൾ അതിര് കിടക്കുന്നു. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എക്സ്പോസ്റ്റിൽ വിമർശനം. കോൺഗ്രസിന്റേത് വെറുപ്പിന്റെ കടയെന്ന് BJP വിമർശിച്ചു. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. What about the sentiments and emotions of 1.4 billion Indians associated? So Congress ki neta Shama Muhammad ബേബിയുടെ ചോദിച്ചില്ലേ, ഞാൻ ഉടനെ അങ്ങ് മാറ്റി കൊടുക്കാം. Getting into my personal space. I told you he's a. You don't feel that he should apologize? ചിന്തന ഇതൊരു ബോഡി ഷെയ്മിംഗ് ആയിട്ട് വേണമെങ്കിൽ ഇവരുടെ പേരിൽ കേസെടുക്കാൻ കഴിയുമല്ലോ ഈ ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ പേരിൽ. അതൊന്ന് മാറ്റി കൊലക്കേസാക്കി എന്നെ ഒന്ന് തൂക്കിക്കൊല്ലാൻ പറ. രോഹിത് ശർമ്മ ഈസ് ഫാറ്റ് ഫോർ എ സ്പോർട്സ്മാൻ. ഒരു കായിക താരത്തിന് പറ്റുന്നതിനേക്കാൾ വലിയ ഒരു തടിയനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാരം കുറയ്ക്കണം. മാത്രമല്ല ഇന്ത്യ കണ്ട ഏറ്റവും അൺഇംപ്രസീവായ ക്യാപ്റ്റനാണ് എന്ന്. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. ക്യാപ്റ്റൻ മാത്രമാണ് രോഹിത് എന്നും അവർ പറയുന്നത്. അതായത് ആ തുടക്കത്തിൽ പറഞ്ഞ പ്രസ്താവന വിവാദമായിട്ടും അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഷമാ മുഹമ്മദ്. ഏതായാലും നിന്നിട്ട് കാര്യമില്ല, മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ. ഡോക്ടർ ഷമാ മുഹമ്മദ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കണമെന്ന കാര്യം രണ്ടു വട്ടം ആലോചിക്കണമെന്നാണ് 24. പോകാൻ വരട്ടെ, ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും കൂടെ തന്നാലോ? വേണ്ട.